നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആ ഒരു പാമ്പ് വന്ന് അലമ്പായി നമ്മൾ ഇടയിൽ വെച്ച് നിർത്തി നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് വരെ എത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നിശ്ചിത ഹീറ്റ് എത്തുമ്പോഴത്തേക്കും തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആയിട്ട് നേരെ നമ്മുടെ കൂളന്റ് പോകുന്നത് ഈ ഒരു റേഡിയേറ്ററിലോട്ടാണ്. ഈ കാണുന്ന ഒരു R15ന്റെ റേഡിയേറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടോപ്പിലൊരു ഇൻലെറ്റ് വാൽവ് കാണാം. അപ്പോൾ നമ്മുടെ കൂളന്റ് നേരെ വന്ന് ഈ വാൽവ് വഴി റേഡിയേറ്ററിന്റെ ഈ ഒരു ടോപ്പ് ഏരിയയിലോട്ട് കയറുന്നു. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ കാണാം ഒരുപാട് ഫിൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ കൂടെ നമ്മുടെ കൂളന്റ് പാസ് ചെയ്യും. ഇതിൽ കൂടെയാണ് എയർ ഫ്ലോ വരുമ്പോഴത്തേക്കും കൂളന്റ് കൂളായിട്ട് തിരിച്ച് ഈ കാണുന്ന ഔട്ട്ലെറ്റിൽ കൂടെ നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ എഞ്ചിനിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു റേഡിയേറ്റർ ക്യാപ്പ് വരുന്ന ഈ ഒരു ഏരിയ. നമ്മുടെ റേഡിയേറ്റർ ക്യാപ്പ് ഒരു നോർമൽ ക്യാപ്പ് അല്ല, അതിലൊരു സ്പ്രിങ് വരുന്നുണ്ട്, അതിൽ 2 വാൽവും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂളന്റ് ആ ഒരു കറക്റ്റ് ഒരു പ്രഷറിൽ നിർത്തുന്നതിൻ്റെ ഒരു മേജർ റോളും ഈ ഒരു റേഡിയേറ്റർ ക്യാപ്പിനാണ്. പിന്നെ നമ്മുടെ കൂളന്റ് കുറച്ച് നമ്മുടെ വണ്ടി റൺ ആകുമ്പോഴത്തേക്കും ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും ഈ കൂളന്റ് എക്സ്പാൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കാൻ സ്ഥലമില്ലാതാവുമ്പോഴത്തേക്കും ഈ റേഡിയേറ്റർ ക്യാപ്പിൽ ഒരു വാൽവ് ഉണ്ട്. ആ ഒരു ഹീറ്റിന്റെ ആ ഒരു എക്സ്പാൻഷന്റെ പ്രഷർ കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു വാൽവ് തുറന്നിട്ട് ഈ കാണുന്ന വാൽവിൽ കൂടെ നേരെ നമ്മുടെ ബൈക്കിന്റെ എക്സ്പാൻഷൻ ടാങ്കിലേക്ക് ആ ഒരു കൂളന്റ് മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബൈക്ക് കൂളായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള കൂളന്റിന്റെ ലെവൽ വീണ്ടും താരും. അത് ആ ഒരു എക്സ്പാൻഷൻ മാറിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൂളന്റ് ഇല്ലാത്ത ഏരിയയിൽ വാക്യൂം ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ തിരിച്ച് ഈ ഒരു വാക്യൂം സക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള അടുത്ത വാൽവ് സക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മുടെ എക്സ്പാൻഷൻ ടാങ്കിൽ നിന്ന് മാറി നിൽക്കുന്ന ആ കൂളന്റ് തിരിച്ച് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരും. അപ്പോൾ ഇതാണ് ബേസ് ആയിട്ട് നമ്മുടെ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിനകത്ത് നടക്കുന്ന മെയിൻ പ്രോസസ്സ്. ഓക്കെ, പിന്നെ നമ്മുടെ ബൈക്ക് ട്രാഫിക് നിൽക്കുന്ന സമയത്ത് ഈ റേഡിയേറ്ററിലോട്ട് വേണ്ട ഒരു എയർ ഫ്ലോ കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ റേഡിയേറ്റർ ഫാൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേഡിയേറ്റർ ഫാൻ പുറത്തുനിന്നുള്ള നാച്ചുറൽ എയർ സക്ക് ചെയ്ത് ഇതുവഴി പുറത്തേക്ക് ഡിസപ്പറേറ്റ് ചെയ്ത് ആ ഹീറ്റിനെ മാറ്റി തിരിച്ച് ആ കൂളന്റ് വീണ്ടും നോർമലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഓവർ ആവാതെ അത് കൺട്രോൾ ചെയ്ത് നിർത്തും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ബൈക്കിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റം. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതിയാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം.